നമസ്കാരം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ അപ്രതീക്ഷിതമായ സമയത്താണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേരാൻ തീരുമാനമെടുത്തത്. ഇതോടെ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റൊരു വലിയ ക്ഷതമായാണ് കാണുന്നത്. അതിനിടെയാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ രംഗത്ത് വന്നത്. പത്മജയ്ക്ക് ഇഡിയെ പേടിയായതുകൊണ്ടാണ് ബി.ജെ.പിയെ കൂട്ടുപിടിച്ചതെന്നായിരുന്നു അവരുടെ ആരോപണം. ഇതിനു പിന്നാലെ വിഷയത്തിൽ ബി.ജെ.പി ഇടപെട്ടു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ പലരും ഈ പറയുന്ന ബിന്ദു ഉൾപ്പെടെ ബി.ജെ.പിയോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ബി.ജെ.പി ഇതിനു പിന്നാലെ പ്രതികരിച്ചത്. ഇതോടെ പത്മജയുടെ പാർട്ടി മാറ്റവും കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൊഴിഞ്ഞുപോക്കുമെല്ലാം വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പത്മജ ഇഡിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്ന ബിന്ദുവിന്റെ ആരോപണത്തിന് ആ പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുമ്പ് ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതികരണം. ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനു മുമ്പ് പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും എന്റെ മാന്യതയ്ക്ക് അനുസരിച്ച് പറയുന്നില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ ആളുകളെ കബളിപ്പിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം എന്നതായിരുന്നു ബി.ജെ.പി ബിന്ദുവിന് നൽകിയിരിക്കുന്ന മറുപടി. എന്നാൽ ഇപ്പോഴിതാ ബി.ജെ.പി തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമെല്ലാം പച്ചക്കള്ളം എന്ന് പറഞ്ഞ് വീണ്ടും ബിന്ദു കൃഷ്ണ രംഗത്തെത്തുന്നു. പത്മജയുടെ ഭർത്താവിനെ ഇഡി ചോദ്യം ചെയ്തുവെന്ന് ആരോപിച്ച വ്യക്തി മുൻപ് ബി.ജെ.പിയിൽ ചേരാൻ സമീപിച്ചിട്ടുണ്ട് എന്ന് കെ സുരേന്ദ്രൻ നടത്തിയ ആരോപണത്തിന് പിന്നാലെയാണ് മറുപടിയുമായി അവർ രംഗത്തെത്തുന്നത്. പൊതുവായി ബി.ജെ.പി നേതാക്കളോട് താൻ സംസാരിക്കും എന്നതല്ലാതെ ഇങ്ങനെ ഒരു ആവശ്യവുമായി താൻ ബി.ജെ.പിയെ കണ്ടിട്ടില്ല എന്നും താൻ ആരോടും അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല എന്നും ബിന്ദു കൃഷ്ണ പറയുന്നു. ഞാൻ CPM നേതാക്കളോടും ഇതേ രീതിയിൽ സംസാരിക്കാറുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്നും അടിയുറച്ച കോൺഗ്രസുകാരിയാണ് താൻ എന്ന് അവർ അവകാശപ്പെടുകയാണ്. ഈ നിമിഷം വരെ പാർട്ടി മാറുന്നതിനെ പറ്റി താൻ ചിന്തിച്ചിട്ടില്ല എന്നും ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുമെന്ന് കാണിക്കാൻ വെറുതെ പുകമറ സൃഷ്ടിക്കാനാണ് സുരേന്ദ്രന്റെ ശ്രമം എന്നുമെല്ലാമാണ് ബിന്ദു കൃഷ്ണയുടെ തൊടുന്യായങ്ങൾ. എന്നാൽ ഇതെല്ലാം വാസ്തവമാണോ എന്നത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ പത്മജയുടെ ഭർത്താവിനെ ഇഡി ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും അങ്ങനെ അറിഞ്ഞ കാര്യമാണ് താൻ പറഞ്ഞതെന്നും എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന കാര്യം തനിക്ക് കൃത്യമായി അറിയില്ല എന്നും അത് സംബന്ധിച്ച തെളിവുകളൊന്നും തന്റെ കയ്യിലില്ല എന്നും ബി.ജെ.പിയിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ പത്മജയെ താൻ വിളിച്ചിരുന്നെന്നും പക്ഷേ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വിശദീകരണമൊന്നും തരാൻ സാധിക്കാത്തതെന്നും ബി.ജെ.പിയിലേക്ക് പോകുമെന്ന ഒരു സൂചനയും പത്മജ നൽകിയിരുന്നില്ല എന്നും അവർ പറയുന്നു. ഈ വാർത്ത സത്യമാകരുതെന്നാണ് ഇന്ന് രാവിലെ പോലും താൻ പ്രാർത്ഥിച്ചതെന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. എന്തായാലും ബിന്ദു കൃഷ്ണയും ബി.ജെ.പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പുറത്തു വരുന്നത്. പാർട്ടി മാറുന്നു എന്ന് പൊതുവായി പറയുന്നതിന് മുമ്പ് തന്നെ അത്തരം ആരോപണം ഉയർന്നതിന്റെ പേടി കൊണ്ടാണോ ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല.